പോകേണ്ടത് അതെവിടേക്കാണെന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട്. എന്ത് തെറ്റായിരുന്നു ഷുഹൈബ് ചെയ്തത്? എന്ത് തെറ്റായിരുന്നു ഷുക്കൂർ ചെയ്തത്? ഈ നാട്ടിലെ പാവങ്ങളായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ട്യൂഷൻ എടുത്തു കൊടുത്ത തെറ്റാണ് പ്രിയപ്പെട്ട ഷുക്കൂർ ചെയ്തത്. ജയരാജന്റെ രാജേഷിന്റെ കാട് തെളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊരു ചെറുപ്പക്കാരനെ കൊല്ലുന്ന രാഷ്ട്രീയം, ഈ കൊലപാതക രാഷ്ട്രീയം നമുക്ക് അവസാനിപ്പിച്ചേ മതിയാകൂ. 200ഓളം നാളുകളുടെ മുമ്പിൽ തടഞ്ഞു വെച്ച് 2.5 മണിക്കൂർ നേരം ജീവന് വേണ്ടി കെഞ്ചി നോക്കി പ്രിയപ്പെട്ട ഷുക്കൂർ. ഓർക്കണം നിങ്ങൾ, 2002 ഗുജറാത്തിലുണ്ടായ കലാപം, ആ കലാപത്തിൽ 3000ഓളം ആളുകളെ ചുട്ടുകൊന്നുകളഞ്ഞ കലാപം, ആ കലാപത്തിനിടയിൽ ഒരു ചെറുപ്പക്കാരന്റെ സംഘപരിവാറികൾ തടഞ്ഞു നിർത്തി കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയം കുത്തുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 2 കൈയും കൂപ്പി ആ പാവം ആർഎസ്എസ്കാരുടെ മുമ്പിൽ എന്നെ നിങ്ങൾ കൊല്ലരുതേ എന്ന് പറഞ്ഞപ്പോ അവന്റെ മുഖത്തെ ദയനീയത കണ്ട് അവനെ കൊല്ലാതെ വിട്ട ആർഎസ്എസ്കാരന്റെ തേപോലും കാണിച്ചില്ല. നമ്മുടെ പൊന്നുമോൻ ഷുഹൈബിന് പൊന്നുമോൻ ഷുക്കൂറിനെ കൊല്ലുവാൻ ഈ നരാധമന്മാർ കാണിച്ചിട്ടുള്ള കാട്ടാളത്വം, 2.5 മണിക്കൂർ നേരം മരണത്തോട് മുഖം കാണുന്ന പാവം ജീവന് വേണ്ടി യാചിച്ചു നോക്കിയിട്ടുണ്ട്. എന്നെ നിങ്ങൾ കൊല്ലരുത്, എന്റെ ബാപ്പ മരിച്ചു പോയിട്ടുണ്ട്, ഞാനൊരു യതീമാനായ മോനാണ്, എന്റെ ഉമ്മാക്ക് ഏകാശ്രയം ഞാൻ മാത്രമാണ്, ആ ഉമ്മാക്ക് ഏകാശ്രയമായ എന്നെ നിങ്ങൾ കൊല്ലരുത്, എന്ത് വേണമെങ്കിലും എന്നെ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പോലും അവരവനെ വിട്ടില്ല. പ്രിയപ്പെട്ട ഷുക്കൂറിന്റെ നെഞ്ചിലേക്ക് അവര് കടാരെ കുത്തിയിറക്കി. ആ കുത്തിയിറക്കിയിട്ട് ചോര പൊടിച്ച് പുറത്തേക്ക് വരുമ്പോ ആ പ്രിയപ്പെട്ട ഷുക്കൂർ വീണ്ടും പറഞ്ഞു നോക്കി, എന്നെ നിങ്ങൾ കൊല്ലരുത്, എന്നെ നിങ്ങൾ കൊല്ലരുത്, എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ ജീവൻ നിങ്ങൾ തിരിച്ചു തരണം. വിട്ടില്ല അവർ. വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി, കടാരെ കുത്തിയിറക്കി. ഒരുപാട് വെട്ടുകൾ വെട്ടി അറവുശാലയിലെ പോത്തിനെ അറുക്കുന്നത് പോലെ ഒരു വയലിൽ കൊണ്ടുപോയി പ്രിയപ്പെട്ട ഷുക്കൂറിനെ കൊന്നു നുറുക്കിയ കശ്മീർമാർ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകരുത്, അത് നമുക്ക് നിർബന്ധമുണ്ട്. ആ ഷുക്കൂറിനെ കൊന്നു നുറുക്കിയ കേസിലെ പ്രതിയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്ക എന്ന് പറയുന്ന സഹോദരിയുടെ രോദനം കണ്ണുനീർ പൊയ്ക്കുകയാണ്. ഇന്നും താഴ്ച നിസ്കരിച്ച് ആ പാവപ്പെട്ട വിധവ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ദൈവത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്റെ പൊന്നുമോനെ കൊന്ന് ഈ കശ്മീരിൽ നീ വിജയിപ്പിക്കരുത് എന്ന് ആ ആത്തിക്ക എന്ന് പറയുന്ന മാതാവ് പൊട്ടി കരയുമ്പോ ആ കരച്ചല് കേൾക്കുവാൻ പ്രിയപ്പെട്ട സഹോദരന്മാർ, ജനാധിപത്യ വിശ്വാസികൾ നമ്മൾ തയ്യാറായേ പറ്റൂ. ആ കശ്മീരന്മാർ ഈ കേരളത്തിന്റെ മണ്ണിൽ, വടകരയുടെ മണ്ണിൽ, കണ്ണൂരിന്റെ മണ്ണിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കൊലപാതക രാഷ്ട്രീയം അന്ത്യം കുറിക്കണമെങ്കിൽ പ്രിയങ്കരനായ മുരളീധരനെ വിജയിപ്പിച്ചേ നമുക്ക് മതിയാകൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഉറക്കമുള്ള രാത്രികൾ ഇനി സമ്മാനിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ വോട്ടുകൾ ഒരിക്കലും തന്നെ ഭിന്നിപ്പിക്കപ്പെടാൻ വേണ്ടി പാടില്ല. ഈ വോട്ട് എന്ന് പറയുന്നത് നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ ഒരു മെമ്പറെ തെരഞ്ഞെടുക്കുന്ന വോട്ടല്ല ഇത്. ഈ വോട്ട് എന്ന് പറയുന്നത് കേരള സംസ്ഥാനം ഭരിക്കുവാൻ വേണ്ടി ആരെ തെരഞ്ഞെടുത്തേക്കുന്ന വോട്ടല്ല ഇത്. ഈ വോട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളാകുന്ന മുസ്ലിമീങ്ങൾ ഉൾപ്പെടെ ഈ രാജ്യത്തിന് ജീവിക്കണമോ അതല്ല അമിത്ഷാ പറഞ്ഞതുപോലെ നാടുകടത്ത ഭരണമോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ട് ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്ന വോട്ടല്ലാതെ, കോൺഗ്രസ് നൽകുന്ന വോട്ടല്ലാതെ നമ്മുടെ വോട്ടുകൾ മറ്റൊന്നിനും നിങ്ങൾ ചെയ്തു പോകരുതേ എന്ന് വിനയത്തോടുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ഷുഹൈബ് എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ കൂടി കണ്ണൂർ ജില്ലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകനാണ്.
ആ പ്രവർത്തകൻ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാവപ്പെട്ട ആ ഷുഹൈബിന് നേർക്ക് ബോംബുകൾ വന്നു വീഴുന്നത്. ഷുഹൈബ് ബോംബ് പറ്റി അവിടെ പിടഞ്ഞു വീണപ്പോ ഈ ശക്തികൾ, ഈ CPM-ന്റെ ഗുണ്ടാ സംഘങ്ങൾ കണ്ണൂർ ജില്ലയിൽ നേതൃത്വം കൊടുത്ത് പാർട്ടി കോടതി നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ വൃത്തികെട്ട കശ്മീരന്മാർ ആ പ്രിയപ്പെട്ട ഷുഹൈബിന്റെ കാല് കസേരയിലേക്ക് നീട്ടിപ്പിടിച്ച് അറുത്തറുത്തറുത്തറുത്ത് വെട്ടി ആ ഷുഹൈബിന്റെ കാലുകൾ വെട്ടി മാറ്റി കൊന്നുകളഞ്ഞത് ഈ കശ്മീരന്മാരാണ്. പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിലെ പെരിയ എന്ന് പറയുന്ന ഒരു പ്രദേശം 2 ചെറുപ്പക്കാരാണ് അതിമൃഗീയമായ രീതിയിൽ അറുകല ചെയ്യപ്പെട്ടു പോയത്. അറിയുമോ നിങ്ങൾ? പ്രിയപ്പെട്ട ശരത്ലാലും കൃപേഷും 2 ചെറുപ്പക്കാർ രാവിലെ പത്രം വായിച്ചപ്പോ നമ്മളൊക്കെ കണ്ണുകൊണ്ട് കലഞ്ഞു പോയിട്ടുണ്ട്. 2 സുന്ദരന്മാരായ ചെറുപ്പക്കാർ ശരത്ലാലും കൃപേഷും എന്ത് തെറ്റായിരുന്നതോ ഇവരൊക്കെ ചെയ്തത്? നിങ്ങളോട് എന്ത് തെറ്റായിരുന്നു ചെയ്തത്? ആ ശരത്ലാലും കൃപേഷും വീടിന്റെ തറയിൽ കിടന്നുറങ്ങിയാൽ മുകളിലേക്ക് നോക്കിയാൽ ആകാശമല്ലാതെ വീടിന്റെ മേൽക്കൂരയില്ലാത്ത വീടിൽ താമസിക്കുന്നവന്റെ പേരാണ് മാർക്സിസ്റ്റുകാരായ ശരത്ലാൽ. ആ ശരത്ലാൽ എന്ന് പറയുന്ന പാവത്തിനെയാണ് അറുകൊല ചെയ്ത് നിങ്ങൾ യമപുരിയിലേക്ക് പറഞ്ഞയച്ചത്. അമ്പലങ്ങളിൽ ചെണ്ടമുട്ടാൻ വേണ്ടി പോകുന്ന കൃപേഷ്, കുടുംബത്തിനെ പോറ്റാൻ ചെണ്ടമുട്ടാൻ വേണ്ടി പോകുന്ന കൃപേഷ്, ആ ചെണ്ടമുട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ആഹാരം പോലും കഴിക്കാത്ത കൃപേഷിനെയാണ് സൈക്കിൾ തടഞ്ഞു വെച്ച് നിങ്ങൾ വെട്ടി നോക്കി കൊന്നുകളഞ്ഞത്. ആ ശരത്ലാലും കൃപേഷും ഒരു തെറ്റും ചെയ്തുകൊണ്ടല്ല ഈ രാജ്യത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. പാവപ്പെട്ട ചെറുപ്പക്കാരെ ജീവിക്കുവാൻ അനുവദിക്കാതെ കൊലപാതക രാഷ്ട്രീയം കൈമുതലാക്കി മനുഷ്യന്റെ ചോര കാണുമ്പോ രക്തരക്ഷസുകളായി നൃത്തം ചെയ്യുന്ന കശ്മീരന്മാരുടെ പാർട്ടിയായ CPM-നെ തറപറ്റിക്കേണ്ട ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പിന്നെ CPM-ന്റെ സ്ഥാനാർത്ഥി